ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ്. മാൻ സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് പോയിട്ട്. അതിന് ഉള്ളിലേക്ക് ഫോണൊന്നും കയറ്റാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് അച്ഛൻ. നമുക്ക് നോക്കാം. കയറ്റാൻ പറ്റില്ലല്ലോ. എന്താ മുമ്പുണ്ടായിരുന്നല്ലോ. വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഓ, വെയിലായിട്ടോ. എന്നോട് അച്ഛൻ രാവിലെ നമുക്ക് നേരത്തെ പോവാം, 7 വെയിലിന് മുന്നേ പോവാന്ന് പറഞ്ഞതാ. ഞങ്ങള് ഞാനും രജേഷ് വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ ആ ക്ലൗഡ് കാണാൻ നല്ല രസമില്ലേ കാണാൻ. അമ്മേനെയും കൊണ്ട് അച്ഛൻ ബാക്കിൽ വരും, ഞാൻ ഫ്രണ്ടിൽ. അയ്യോ, ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ചെറിയിച്ചൊക്കെ. അമ്മ വരുന്നവരെ ഞാനവിടെ വെയിറ്റ് ചെയ്യണം. അച്ഛനെ കാണാനില്ല. ഇനിയിപ്പോൾ അമ്മ തട്ടി മുട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പം അച്ഛൻ 4 ഒച്ചയിടും. അപ്പം അമ്മ ഇറങ്ങും. ഞാൻ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. മമ്മി ഡാഡി വന്നോ? നല്ല വെയില്, നല്ല തിരക്കാന്നാണ് കിട്ടിയ വിവരം. ബാബുടിച്ചനും ഇവരൊക്കെ പറഞ്ഞത്. ഫോണ് കുഴപ്പമൊന്നുമില്ലാത്രേ. ഭംഗിയില്ല. നമ്മൾ വോട്ട് ചെയ്തു. തിരിച്ചു വരുന്നുണ്ട്. നല്ല ചൂട്. വോട്ട് ചെയ്യുന്നവർക്ക് തണലുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. വെയിലില്ലെങ്കിലും പുറത്തുനിന്ന് ഇറങ്ങാൻ വയ്യാട്ടോ, ഭയങ്കര വെയിലാണ്. അങ്ങനെ വോട്ടിങ് കഴിഞ്ഞു. എന്ത് പുഴുക്കാറിയോ, ഫുൾ ബെഞ്ച് ഇട്ടത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നിൽക്കേണ്ടി വന്നില്ല. നമുക്ക് കുറച്ച് നേരം നിർത്തുമ്പോൾ തന്നെ ഫുൾ ബെഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ മാറി 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 പോവാം കേട്ടോ. അത് ശരിയാ, നമ്മുടെ ബൂത്തിലാണ് കേട്ടോ നല്ല തിരക്ക്. ബാക്കിയുള്ളതിലൊന്നും തിരക്കില്ല. നമ്മുടെ ബൂത്തിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ ബൂത്തിൽ. പക്ഷേ സാധാരണ ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ രാവിലെ എല്ലാവരും ജോലിക്ക് പോകാനുള്ള ആൾക്കാരും പിന്നെ ഈ വെയിലാവുന്നതിന് മുന്നേ ചെയ്തിട്ട് പോകാമെന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഞങ്ങളും അങ്ങനെയായിരുന്നു. പക്ഷേ സംഭവം പോയപ്പോൾ 8:30 9 മണിയായി. അപ്പോൾ നമ്മുടെ ബൂത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ബൂത്തിലൊന്നും തിരക്കേയില്ല, ഒട്ടും തിരക്കില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് വോട്ട് ചെയ്തു. മുഖം ഇങ്ങനെ വോട്ടൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് എത്തി. എന്താ വെയിലെന്നറിയോ. വേണ്ട, നേരത്തെ എടുക്കണ്ടല്ലേ. പട്ടിയും പൂച്ചയും ഒന്നും നമുക്ക് നിലത്തെടുക്കുന്നൊന്നും വിശ്വസിച്ച് തിന്നാൻ പറ്റൂല. കാരണം ഇപ്പോഴും ഈ പട്ടികളും പന്നികളും പന്നിശല്യമൊക്കെ ഭയങ്കരമാണല്ലോ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാറില്ല കേട്ടോ.
കുറച്ച് ദിവസമായിട്ട് പറഞ്ഞാൽ ഞാൻ അപ്പം ഞാൻ വന്നിട്ടേ ഉള്ളൂ. എന്നാലും അയ്യോ ചൂട് ഭയങ്കരം. ആ സ്കൂളിൻ്റെ അവിടെ മരം ഉള്ളതുകൊണ്ട് നമുക്ക് വെയിലറിഞ്ഞില്ലെങ്കിലും ഭയങ്കര പുഴുക്കായിരുന്നു. അങ്ങനെ നമ്മളിതാ വീടെത്തി. അമ്മ ഇതാ വന്നപ്പോഴേക്ക് രാവിലെ തന്നെ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വീണ്ടും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുക. നിങ്ങളൊരു മൾബറി ഒബ്സസ്ഡ് ഫാമിലി ആയിപ്പോയി. ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, അമ്മയ്ക്കും എനിക്ക്. അമ്മ അതാണ് കഴിച്ചര. ഇതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ ഉണ്ട്. ഇനി ഇപ്പം ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഈ ചുകം നിൽക്കുന്നു, ഇതൊക്കെ ഇനി ഈ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഇഷ്ടമാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ വീണ്ടും കറുത്ത കളർ വീണ്ടും പഴുത്ത് വരും, പെട്ടെന്ന് പഴുക്കും. എന്താ നല്ല ടേസ്റ്റ്. ഇതിന് മണ്ടയിൽ കുറേ ഉണ്ട് കേട്ടോ. ഇനിയുണ്ട് അത്. അയ്യോ കാണുമ്പോൾ പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ല ഉണ്ടോ. അപ്പോൾ ശരി ഗൈസ്, ടാറ്റ ബൈ സീ യു. നേരത്തെ ഞാൻ ടാറ്റ ബൈ പറയാൻ വേണ്ടി നിന്നതാ, പക്ഷേ സംഭവം സ്റ്റോറേജ് ഫുള്ളായി. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ സ്റ്റോറേജ്. അപ്പോൾ മുമ്പ് പോസ്റ്റ് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് സ്റ്റോറേജ് ഇപ്പോൾ സെറ്റാക്കിയതാണ്. അപ്പം എന്തായാലും ഒരു വൈൻഡപ്പ് പറയണമല്ലോ, ഒരു ടാറ്റ പറയണമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടി വീണ്ടും വന്നാ കേട്ടോ. ഡ്രസ്സൊക്കെ മാറി ഞാൻ. അതൊക്കെ മാറിയപ്പോൾ തന്നെ ഈ മുഖമൊക്കെ ഒന്ന് കഴുകണം, നല്ലൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.